ഹലോ. അപ്പോൾ കോളേജ് കഴിഞ്ഞു 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരുടെ കാണുന്നത്. അപ്പോൾ ഒരു ഡേ ഞങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരാൾക്ക് 150 രൂപയാണ് എൻട്രി ഫീ. പക്ഷേ കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ നമ്മൾ കുറേ കിളികളും ഒക്കെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കുറേ ആനിമൽസ് ഉണ്ട്. മറ്റേ നമുക്ക് പാമ്പിനൊക്കെ എടുത്ത് തലയിൽ കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് ഫോട്ടോസ് എടുക്കാം. അതായത് കണ്ടു ഒരു പേടിയില്ല ഇവർക്ക്. പണ്ടേ അങ്ങനെയാവും, അല്ലെങ്കിൽ പേടിയില്ല. എൻ്റെ അമ്മ അതെടുത്തുകൊണ്ടിരുന്ന എൻ്റെ ജീവനാണ് പൊക്കോണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ്. ഇത് കൊള്ളായിരുന്നു. ഇത് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ട്രൈ ചെയ്തു, പേടിച്ചിട്ടാണെങ്കിൽ കൂടി. ഞാൻ ട്രൈ ചെയ്തെന്ന് പറയാൻ ശ്വേയുടെ ഒറ്റ നിർബന്ധപ്രകാരമാണ് ഞാൻ ട്രൈ ചെയ്തത്. നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല പേടി കൊണ്ട് അവിടെ നിന്നത്. ബാക്കി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കുറച്ചിങ്ങനെ അവർ എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ മേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കണ്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാം. അതേപോലെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ MCAക്ക് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷേനെ. ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ വരുമ്പോൾ എപ്പോഴും പറയും കാണണം എന്ന്. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റിൽ ഈ വട്ടമാണ് അത് സാധിച്ചത്. പിന്നെ അത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് കാണാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബുക്ക് സ്റ്റോള്, പിന്നെ നമുക്ക് കമ്മൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ചെറിയ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. അതേപോലെ അച്ചാർ, അങ്ങനത്തെ കുറച്ച് സ്റ്റോൾ. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നല്ലൊരു ദാഹിച്ചതുകൊണ്ട് ഒരു സർബത്തൊക്കെ കുടിച്ച് അവിടെ നിന്ന് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞിറങ്ങിയാൽ ചെയ്തു. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് പോയി ആസ്വദിച്ച് തിരിച്ചു വരാൻ പറ്റിയൊരു സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇനി എന്നാ കാണുന്നതെന്ന് അറിയില്ല. ഞങ്ങളുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.